മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകുന്നു സ്നേഹപൂർണം. രോഗങ്ങളില്ലാത്ത ലോകം, പ്രകൃതിയെ സ്നേഹിക്കലാരോഗ്യമെന്നും. ജൈവ പച്ചക്കറി കൃഷിരീതികൾ. വിദ്യാലയങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി നാം ഏറ്റവും ഉപയോഗിക്കുന്ന 18 ഇനം പച്ചക്കറികളുടെ നടീൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള പല ഘട്ടങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. പയർ. കേരളീയർക്ക് ഏറ്റവും പ്രിയമുള്ള പച്ചക്കറിയായ പയറിന്റെ ഉത്ഭവം പടിഞ്ഞാറൻ ആഫ്രിക്കയാണ്. പ്രോട്ടീൻ സമ്പുഷ്ടമായ പയർ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കൂടി കലവറയാണ്. പയർ കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്നും പാക്യജനകം ആഗിരണം ചെയ്ത് വേരുകളിലെ മൂലാർബുദങ്ങളിൽ ശേഖരിക്കുന്നു. എല്ലാ കാലത്തും കൃഷി ചെയ്യാമെന്നത് പയറിന്റെ മറ്റൊരു ഗുണം കൂടിയാണ്. കുറ്റിപ്പയർ, വള്ളിപ്പയർ എന്നീ തരത്തിലുള്ള പയറുകൾ കേരളത്തിൽ പ്രചാരത്തിലുണ്ട്. ഇനങ്ങൾ: കുറ്റിപ്പയർ, ഭാഗ്യലക്ഷ്മി, പൂസ ബർസാത്തി, ഭാഗികമായി പടരുന്നവ, കൈരളി, അനശ്വര, വരുൺ, കനകമണി. വള്ളിപ്പയർ: ശാരിക, മാലിക, വൈജയന്തി, ലോല. നടീൽ. വർഷം മുഴുവനും പയർ കൃഷി ചെയ്യാം. മഴക്കാല വിളയായി ജൂൺ ആരംഭത്തിലും നനച്ചു വളർത്തുന്ന രീതിയിൽ സെപ്റ്റംബർ ഒക്ടോബറിലും വേനൽക്കാല വിളയായി ജനുവരി ഫെബ്രുവരിയിലും നടാവുന്നതാണ്. അമ്ലത്വ സ്വഭാവമുള്ള മണ്ണിൽ കുമ്മായം ചേർക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 2 കിലോ കുമ്മായം വേണ്ടിവരും. കൃഷിസ്ഥലം 2-3 തവണ കിളച്ച് കട്ടയുടച്ച് പരുവപ്പെടുത്തണം. ഇതിൽ ആവശ്യത്തിന് ജൈവവളം ചേർത്തിളക്കണം. വള്ളിപ്പയറിന് 2 മീറ്റർ അകലത്തിൽ ചാലുകളോ വാരങ്ങളോ എടുക്കുക. മറ്റ് ഇനങ്ങൾക്ക് 30 സെന്റിമീറ്റർ അകലത്തിൽ ചാലുകളോ വാരങ്ങളോ എടുക്കുക. ഇതിൽ വള്ളിപ്പയർ 1.5 മീറ്റർ അകലത്തിലും മറ്റു പയറുകൾ 15 സെന്റിമീറ്റർ അകലത്തിലുമാണ് വിത്ത് നടുന്നത്. ഒരു സ്ഥലത്ത് 2-3 വിത്തുകൾ നടേണ്ടതാണ്. പയർ വിത്ത് റൈസോബിയം കൾച്ചറുമായി പാകപ്പെടുത്തിയ ശേഷമാണ് നടേണ്ടത്. പരിപാലനം: തൈ മുളച്ച് 2 ആഴ്ച പ്രായമാകുമ്പോൾ ഒരു ചുവട്ടിൽ ആരോഗ്യമുള്ള 2 തൈകൾ മാത്രം നിർത്തി ബാക്കിയുള്ളവ പറിച്ചു കളയുക. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ഒരു ചുവട്ടിൽ 2 ചിരട്ട എന്ന കണക്കിൽ 1 ആഴ്ച ഇടവേളയിൽ മണ്ണുമായി ചേർക്കുക. തുടർന്ന് ചാരവും ചേർക്കണം. പടരുന്ന ഇനങ്ങൾക്ക് കയറുകെട്ടി പടരുവാൻ സൗകര്യമുണ്ടാക്കുക. മണ്ണുണങ്ങാത്ത രീതിയിൽ നന ക്രമീകരിക്കുക. കീടങ്ങൾ. മുഞ്ഞ. കടുകുമണിയോളം വലിപ്പമുള്ള കറുത്ത മുഞ്ഞകൾ ഇലകളിലും ഇളം തണ്ടിലും കായിലും പൂവിലും കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുക മൂലം ആ ഭാഗങ്ങൾ നശിച്ചു പോകുന്നു. നിയന്ത്രണം: വെട്രിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാർ ചെയ്ത് തളിക്കുക. ചിത്രക്കീടം. ഇലകളിൽ വെള്ള നിറത്തിൽ പാമ്പിഴയുന്ന രീതിയിൽ കാണുന്ന വരകളാണ് ആക്രമണ ലക്ഷണം. ഒരു ചെറിയ ഈച്ച മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ
ഇലകളിൽ തുളച്ച് ഉൾഭാഗം കാർന്ന് തിന്നുന്നത് മൂലമാണ് ഈ കേടുണ്ടാകുന്നത്. നിയന്ത്രണം: ചിത്രകീടം, വെള്ളീച്ച എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ എമൽഷൻ. ഇത് തയ്യാറാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഇപ്പോൾ കാണാം. ഒന്ന് വേപ്പെണ്ണ, മറ്റത് സോപ്പ് ലായനി 100 മില്ലി വേപ്പെണ്ണ ഒരു മകിലോട്ട് പകർത്തുകയാണ്. വേപ്പെണ്ണയിലോട്ട് 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത സോപ്പ് ലായനി ഒഴിച്ച് പതപ്പിച്ചിളക്കുകയാണ്. ഇതിനൊരു കട്ടിയുള്ള ലായനിയാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ വെറും 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് നേർപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കട്ടിയുള്ള ലായനി വള്ളിപ്പയറിലേക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റു വിളകൾ ഉപയോഗിക്കാൻ പാടില്ല, അതിൽ കരിച്ചിലുണ്ടാകും. ഈ തയ്യാർ ചെയ്ത ലായനി ഒരു സ്പ്രേയറിനകത്ത് അരിച്ചൊഴിക്കണം. പയറിൽ ഈ ലായനി തളിക്കുമ്പോൾ വെയിൽ ആറി നിൽക്കുന്ന സമയത്ത്, വെളുപ്പാങ്കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ വേണം തളിക്കേണ്ടത്. ചാഴി: ചാഴികൾ പയർമണികളിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നു. ഇതിന്റെ ഫലമായി പയർമണികൾ ചുക്കിച്ചുളിയുന്നു. നിയന്ത്രണം: വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി തളിക്കുക. കായ്ത്തുരപ്പൻ പുഴു: കായ തുരന്ന് മണികൾ തിന്ന് നശിപ്പിക്കുന്നു. കൂടാതെ ചില പുഴുക്കൾ പൂക്കളും ആക്രമിച്ച് നശിപ്പിക്കുന്നതായും കണ്ടിട്ടുണ്ട്. നിയന്ത്രണം: ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തയ്യാറാക്കി തളിക്കുക. രോഗങ്ങൾ: മൊസൈക്ക് രോഗം. രോഗം ബാധിച്ച ഇലകൾ ചെറുതാവുന്നു. ഇലയിൽ പച്ചയും മഞ്ഞയും കലർന്ന നിറവ്യത്യാസം കാണുന്നു. ഈ രോഗം പരത്തുന്നത് വെള്ളീച്ചകളും മുഞ്ഞകളുമാണ്. മഞ്ഞക്കിണി: വെള്ളീച്ചകളെ കുടുക്കാൻ മഞ്ഞക്കിണികൾ കൃഷിയിടത്തിൽ സ്ഥാപിക്കാം. നിയന്ത്രണം: ആവണക്കെണ്ണ, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി വെള്ളത്തിൽ കലർത്തി തളിക്കുക. കരിവള്ളി: ഇലകളിലും തണ്ടിലും കായ്കളിലും കറുത്ത കരിഞ്ഞ പാടുകൾ ഉണ്ടായി വള്ളി ക്രമേണ ഉണങ്ങുന്നു. നിയന്ത്രണം: 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി തയ്യാറാക്കി തളിക്കുക. വിളവെടുപ്പ്: വിത്ത് നട്ട് 45-50 ദിവസത്തിനകം ആദ്യ വിളവെടുപ്പ് നടത്താം. തുടർന്ന് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ വിളവെടുക്കാവുന്നതാണ്. ചീര: വർഷം മുഴുവനും കൃഷി ചെയ്യാവുന്ന ഒരു ഇലക്കറി വിളയാണ് ചീര. കാൽഷ്യം, അയൺ, വൈറ്റമിനുകൾ എന്നിവയുടെ നല്ലൊരു ഉറവിടമാണ് ചീര. ചീരയുടെ ജന്മദേശം പേർഷ്യയാണ്. വിത്തിട്ട് 1 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നത് ചീരയുടെ സവിശേഷതയാണ്. നല്ല സൂര്യപ്രകാശവും ഉറപ്പായ നനയുമുള്ള സ്ഥലങ്ങളിൽ ചീര നന്നായി വളരും. പച്ച, ചുവപ്പ് എന്നീ 2 നിറങ്ങളിൽ ചീര നമുക്ക് പ്രിയങ്കരമാണ്. തെക്കൻ കേരളത്തിൽ ചുവന്ന ചീരയാണ് പ്രിയമെങ്കിൽ വടക്കൻ കേരളത്തിൽ പച്ച ചീരയോടാണ് പ്രിയം. ചീരയുടെ വിത്ത് ഭക്ഷ്യയോഗ്യമാണെങ്കിലും ഇതിന് കേരളത്തിൽ പ്രചാരം ലഭിച്ചിട്ടില്ല. ഇനങ്ങൾ: അരുൺ, അത്യുൽപാദനശേഷിയുള്ള ചുവന്ന ചീര ഇനം, ഋതുബന്ധ സ്വഭാവമില്ല. മോഹിനി, പച്ച നിറമുള്ള ഇലകൾ. കൃഷ്ണശ്രീ, ബ്രൗൺ കലർന്ന ചുവപ്പ് നിറമുള്ള ഈ ഇനത്തിന് ഇലപ്പുള്ളി രോഗം താരതമ്യേന കുറവാണ്. രേണുശ്രീ, പച്ച ഇലകളും ചുവന്ന തണ്ടും ഈ ഇനത്തിന്റെ പ്രത്യേകതയാണ്. കണ്ണാറ നാടൻ, ചുവപ്പ് നിറമുള്ള ഇലകൾ. ഈ ഇനം നവംബർ-ഡിസംബർ മാസങ്ങളിൽ പൂവിടുന്നതിനാൽ നടീൽ സമയം അതിനനുസരിച്ച് ക്രമീകരിക്കണം. നടീൽ: എല്ലാ കാലത്തും ചീര കൃഷി ചെയ്യാം. ചീരവിത്ത് പാകുമ്പോൾ മഞ്ഞൾപ്പൊടിയും കായ്പൊടിയും 2:1 അനുപാതത്തിൽ കലർത്തി പാകുക. 4 ഇല പ്രായത്തിൽ തൈ പറിച്ചു നടാം. നിലം നന്നായി കിളച്ചൊരുക്കി 30 സെന്റിമീറ്റർ വീതിയിൽ 15 സെന്റിമീറ്റർ താഴ്ചയിൽ 30 സെന്റിമീറ്റർ അകലത്തിൽ ചാലുകൾ എടുക്കുക. ചാലിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ തൈകൾ നടുക. മഴക്കാലത്ത് വാരങ്ങളിൽ തൈ നടുന്നതാണ് ഉത്തമം. പരിപാലനം: മണ്ണിൽ ഈർപ്പാംശമില്ലെങ്കിൽ ആവശ്യത്തിന് നനച്ചു കൊടുക്കുക. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ഉത്തമം.
ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് തയ്യാർ ചെയ്ത് ചീരത്തടത്തിൽ ആഴ്ചയിലൊരിക്കൽ വിതറിയിടാവുന്നതാണ്. കൂടാതെ മണ്ണിൽ ചാരവും ചേർത്ത് കൊടുക്കണം. കീടങ്ങൾ. കൂടുകെട്ടിപ്പുഴു. ഇലകൾ കൂട്ടിപ്പിടിച്ച് അതിനുള്ളിലിരുന്ന് ഇലയുടെ ഭാഗങ്ങൾ തിന്നു തീർക്കുന്നു. നിയന്ത്രണം. കാന്താരിമുളക് ഗോമൂത്രത്തിൽ ലയിപ്പിച്ച മിശ്രിതം ജൈവ കീടനാശിനിയായി ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഇത് തയ്യാർ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗോമൂത്രം, കാന്താരിമുളക്, പിന്നെ വെള്ളം. ഈ 3 കാര്യങ്ങളെ ആവശ്യമുള്ളൂ. ഇനി ആദ്യമായി നമ്മൾ ഒരു ബക്കറ്റിൽ 5 ലിറ്റർ വെള്ളം എടുക്കണം. ആ 5 ലിറ്റർ വെള്ളത്തിൽ 1/2 ലിറ്റർ ഗോമൂത്രം കലക്കുകയാണ്. അപ്പം ഈ ലായനിയിൽ നമ്മൾ 15 ഗ്രാം കാന്താരിമുളക് നല്ലപോലെ അരച്ചെടുത്ത് ചേർക്കുകയാണ് പോവുക. ഈ ലായനി അരിച്ചെടുക്കണം. തുറത്തുകൂടെ അരിച്ചെടുത്ത ലായനി നമ്മൾ സ്പ്രേയറിലോട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. രോഗങ്ങൾ. ഇലപ്പുള്ളി രോഗം. ഇലകളിൽ വെളുത്ത നിറത്തിലുള്ള പൊട്ടുകൾ പ്രത്യക്ഷപ്പെടും. രോഗം വളരെ വേഗത്തിൽ പടരുന്നു. നിയന്ത്രണം. മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി മിശ്രിതം. തയ്യാർ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി ആണ്. പിന്നെ ഒന്ന് പാൽക്കായം. 1 ടേബിൾ സ്പൂൺ അപ്പക്കാരം സോഡാപ്പൊടി എടുക്കുകയാണ് നിറച്ച്. ഇപ്പോൾ ഇത് ഏകദേശം 8-10 ഗ്രാമുണ്ട്. 3 ടേബിൾ സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, 40 ഗ്രാം പാൽക്കായം. 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുത്ത ലായനിയിൽ നമ്മൾ നേരത്തെ തയ്യാർ ചെയ്ത് വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി മിശ്രിതമിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കിക്കഴിഞ്ഞ് ഈ ലായനി തോർത്തിക്കൂടി അരിച്ചെടുത്ത് ഇലകളുടെ ഇരുവശങ്ങളിലും പതിക്കത്തക്കവണ്ണം സ്പ്രേയർ ഉപയോഗിച്ച് തളിച്ചു കൊടുക്കണം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലായനി തയ്യാർ ചെയ്ത് തളിക്കുക. വിളവെടുപ്പ്. പറിച്ചെടുത്തും മുറിച്ചെടുത്തും ചീരയുടെ വിളവെടുപ്പ് നടത്താം. മുറിച്ചെടുക്കുന്ന രീതിയിൽ കൂടുതൽ തവണ വിളവെടുക്കാം. മുറിച്ചെടുക്കുന്ന രീതിയിൽ ആദ്യ വിളവെടുപ്പ് നടത്തിയ ശേഷം ചാണകം തളിച്ചു കൊടുക്കുകയും ജൈവ വളക്കൂട്ട് ചേർക്കുകയും വേണം. പുതുതായി വരുന്ന ശാഖകൾ വളർച്ചയെത്തുമ്പോൾ വീണ്ടും വിളവെടുക്കാം. വിത്ത് നേരിട്ട് പാകി കൃഷി ചെയ്യുന്ന രീതിയിൽ 30 ദിവസം കഴിഞ്ഞ് ചീര പറിച്ചെടുക്കാവുന്നതാണ്. കറിവേപ്പില. 4 മുതൽ 6 മീറ്റർ പൊക്കത്തിൽ വളരുന്ന ഒരു ചെറിയ മരമാണ് കറിവേപ്പ്. ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കറിവേപ്പിലയുടെ ജന്മദേശം. കറിവേപ്പിലയ്ക്ക് നല്ല ഔഷധ ഗുണമുണ്ട്. നടിയിൽ. സീസൺ മെയ് ജൂൺ. 50 സെന്റിമീറ്റർ വീതിയും നീളവും താഴ്ചയുമുള്ള കുഴികളെടുത്ത് മേൽമണ്ണും ജൈവവളവും കൂട്ടിക്കലർത്തി കുഴി മൂടുക. തയ്യാറാക്കിയ തടത്തിൽ നല്ല ആരോഗ്യമുള്ള തൈയുടെ വേരുഭാഗം മണ്ണിനുള്ളിലാക്കി നടുക. ചെടികൾ വീണുപോകാത്ത രീതിയിൽ ഒരു കമ്പ് നാട്ടി അതിനോട് ചേർത്ത് കെട്ടുക. പരിപാലനം. ഇതിലേക്ക് ആവശ്യമായ ജൈവ വളക്കൂട്ട് സ്വന്തമായി ഉണ്ടാക്കാവുന്നതാണ്. ഇതുണ്ടാക്കുന്നതിനായി ഒരു ഭാഗം ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി, ഒരു ഭാഗം എല്ലുപൊടി, ഒരു ഭാഗം മണ്ണിര കമ്പോസ്റ്റ്, അരഭാഗം കടലപ്പിണ്ണാക്ക്, അരഭാഗം വേപ്പിൻ പിണ്ണാക്ക് എന്നിവ കൂട്ടിക്കലർത്തി വളക്കൂട്ട് തയ്യാർ ചെയ്ത് നടുന്ന അവസരത്തിൽ 4 ചിരട്ട വളമിശ്രിതം കുഴിയിൽ ചേർക്കുക. തുടർന്ന് മാസത്തിലൊരിക്കൽ 4 ചിരട്ട വീതം വളമിശ്രിതം ചെടി ഒന്നിന് നൽകാവുന്നതാണ്. കീടങ്ങൾ. ഇലതീനിപ്പുഴു. നിയന്ത്രണം. കീടങ്ങളുടെ നിയന്ത്രണത്തിന് 5% വീര്യത്തിൽ വേപ്പിൻ കുരുസത്ത് തയ്യാർ ചെയ്ത് തളിക്കുക. തുടർന്ന് 5 ദിവസത്തിന് ശേഷം ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക. മുഞ്ഞ. കടുകുമണിയോളം വലിപ്പമുള്ള കറുത്ത മുഞ്ഞകൾ ഇലകളിലും ഇളം തണ്ടിലും കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുക മൂലം ആ ഭാഗങ്ങൾ നശിച്ചുപോകും. നിയന്ത്രണം. ആവണക്കെണ്ണ, വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കി വെള്ളത്തിൽ കലർത്തി തളിക്കുക. രോഗങ്ങൾ. ഇലപ്പുള്ളി രോഗം.
ഇലകളിൽ വെളുത്ത നിറത്തിലുള്ള പൊട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് രോഗലക്ഷണം. നിയന്ത്രണം: സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലായനി തയ്യാർ ചെയ്ത് തളിക്കുക. വിളവെടുപ്പ്: ആവശ്യാനുസരണം ഇല പറിച്ചെടുക്കാം. ഇല പറിക്കുമ്പോൾ മേൽഭാഗത്തെ ഇലകൾ പറിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം. കാർഷിക വാർത്ത. ലോക മണ്ണു ദിനാചരണം 2015. പ്രപഞ്ചത്തെ ഉണർത്തി താലോലിച്ചും സ്ഥിരവാത്സല്യത്താലെ തുടിക്കും അനാദിയാ കരളിലെനിക്കിടം തന്ന കാരുണ്യം വെൽവോ, കരളിലെനിക്കിടം തന്ന കാരുണ്യം വെൽവോ. സംസ്ഥാന മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പും കൃഷി വകുപ്പും സംയുക്തമായി നടത്തിയ ലോക